സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പട്ടിക പുറത്തായി. 373 ജീവനക്കാരുടെ പട്ടികയാണ് പുറത്തുവന്നത്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കും. നഴ്സിംഗ് അസിസ്റ്റന്റ്മാർ, അറ്റൻഡർമാർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങി തട്ടിപ്പ് നടത്തിയ ആളുകളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ പട്ടികയാണ് പുറത്തുവന്നത്. പെൻഷനിൽ കൈയിട്ട് വാരിയ 373 ജീവനക്കാർക്കെതിരെയാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത്. അനധികൃതമായി കൈപ്പറ്റിയ പണം 18% പലിശയോടെ തിരിച്ചുപിടിക്കുമെന്നും ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകുമെന്നും ഉത്തരവിൽ പറയുന്നു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അനർഹരായവർക്ക് കയറിക്കൂടാൻ അവസരമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയെന്ന് ധനവകുപ്പ് കണ്ടെത്തിയ 1458 സർക്കാർ ജീവനക്കാരിൽ ഏറെയും ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.